will be the angle between the two hands of the clock at 9:20 p.m. അതായത് എന്താണ് ക്വസ്റ്റ്യൻ? അതായത് മിനിറ്റ്സ് ഹാൻഡും അവർ ഹാൻഡും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? അതായത് ഈ ആംഗിളാണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കിത് കണ്ടുപിടിക്കാൻ വളരെയധികം എളുപ്പമുള്ള ഒരു വഴിയുണ്ട്. ഫസ്റ്റ് നമ്മൾ ഒരു നമ്പർ ഓർത്ത് വെക്കുക. അതായത് എന്താണ്? അതായത് ഈ ഗ്യാപ്പിൽ 1 and 2, അതായത് ആംഗിൾ ബിറ്റ്വീൻ 1 and 2, ആംഗിൾ ബിറ്റ്വീൻ 12 and 1, ആംഗിൾ ബിറ്റ്വീൻ 2 and 3 ഓൾവേസ് ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി ആയിരിക്കും. അതായത് ആംഗിൾ ബിറ്റ്വീൻ ഈച്ച് നമ്പർ ഇൻ അനലോഗ് ക്ലോക്ക് ഓൾവേസ് ഈക്വൽ ടു വാട്ട്? 30 ഡിഗ്രി. അത് ഒരിക്കലും നിങ്ങൾ മറന്നു പോകരുത്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്സ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 9ഉം 4നും ഇടയ്ക്കുള്ള നമ്പർ ഓഫ് ഗ്യാപ്സ് കണ്ടുപിടിക്കുക. നമ്പർ ഓഫ് ഗ്യാപ്സ് അത് കണ്ടുപിടിക്കുക വളരെയധികം എളുപ്പമാണ്. നമ്പർ ഓഫ് ഗ്യാപ്സ് അതായത് അതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്സ് കണ്ടുപിടിക്കുക. അതെങ്ങനെ കണ്ടുപിടിക്കാം? ജസ്റ്റ് 9 മൈനസ് 4 എന്ത് ചെയ്യണം? ജസ്റ്റ് മൈനസ് ചെയ്യുക. ഈക്വൽ എത്ര? 5 കിട്ടി. ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കെ. 1 2 3 4 5. വെരി സിമ്പിൾ ഐഡിയ. അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം? ഈ നമ്പർ ഓഫ് ഗ്യാപ്സിനെ നമ്മുടെ മാജിക് നമ്പറായ 30 വെച്ച് എപ്പോഴും മൾട്ടിപ്ലൈ ചെയ്യുക. എത്ര കിട്ടും? 150 ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഈ മിനിറ്റ്സ് നോക്കുക. ഇതിൻ്റെ പകുതി എടുക്കുക. സോ എത്ര മിനിറ്റ്സിൻ്റെ പകുതി? 20/2. എത്ര കിട്ടും? 10 കിട്ടും. സോ ഈ 3 കാര്യങ്ങൾ നിങ്ങൾ മറന്നുപോകുക. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിയേ, അവർ ഹാൻഡ് എന്താണ്? മിനിറ്റ്സ് അതിനെക്കാട്ടി മുമ്പിലാണ്. അതായത് അവർ ആൻഡ് മിനിറ്റ്സ് അതിന് മുമ്പിലാണെങ്കിൽ എന്ത് ചെയ്യണം? ഈ 150യുടെ കൂടെ ഈ 10 ആഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 160 ആണ് ആംഗിള്. സോ വെരി സിമ്പിൾ ഐഡിയ. എന്താണ് ഐഡിയ? അതായത് അവർ ഹാൻഡ് മിനിറ്റ്സ് ഹാൻഡിനെക്കാട്ടിയും മുമ്പിലാണെങ്കിൽ ആ ഹാഫ് ഓഫ് ദ മിനിറ്റ് എന്ത് ചെയ്യണം? നമ്മൾ കണ്ടുപിടിച്ച നമ്പറായിട്ട് ആഡ് ചെയ്യുക. അതാണ് അതിൻ്റെ ആൻസർ. നമുക്കിനി വേറൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. വാട്ട് വിൽ ബി ദ ആംഗിൾ ബിറ്റ്വീൻ ദ ടു ഹാൻഡ്സ് ഓഫ് ദ ക്ലോക്ക് അറ്റ് 5:40 p.m. അതായത് നമുക്ക് ഏത് ആംഗിൾ കണ്ടുപിടിക്കണം? നമുക്ക് ഈ ആംഗിളാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അതായത് ഈ അവർ ഹാൻഡും ഈ മിനിറ്റ്സ് ഹാൻഡും ഈ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കും. അപ്പോൾ സെയിം മെത്തേഡ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മുടെ മാജിക് നമ്പർ എന്താണ്? 30 ആണ്. ഈ മാജിക് നമ്പർ നിങ്ങൾ മറന്നു. മാജിക് നമ്പർ എന്താണ്? 30. ഈ നമ്പറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എങ്ങനെയാണ് മാജിക് നമ്പർ കിട്ടിയത്? അതായത് ആംഗിൾ ബിറ്റ്വീൻ ഈച്ച് ഗ്യാപ്പ് എത്ര ആയിരിക്കും? എപ്പോഴും 30 ഡിഗ്രി ആയിരിക്കും. അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? വെരി സിമ്പിൾ ഐഡിയ. നമ്പർ ഓഫ് ഗ്യാപ്സ് ഉണ്ട്. നമ്പർ ഓഫ് ഗ്യാപ്സ് കണ്ടുപിടിക്കുക. അതെങ്ങനെ കണ്ടുപിടിക്കുക? നമ്പർ ഓഫ് ഗ്യാപ്സ് വെരി ഈസി. 8 എന്ത് ചെയ്യണം? 5 മൈനസ് 8 മൈനസ് 5 ഈക്വൽ ടു എത്ര? 3 ആണ് നമ്പർ ഓഫ് ഗ്യാപ്സ്. ഇതങ്ങനെ നോക്കി ജസ്റ്റ് കൗണ്ട് ചെയ്ത് 1 2 3. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഈ 13 എന്ത് ചെയ്യണം? ഈ നമ്പർ ഓഫ് ഗ്യാപ്പ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. എത്ര ആൻസർ? 90 കിട്ടി. ഇനി അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം? നമ്മുടെ മിനിറ്റ് എടുക്കുക. അതിൻ്റെ എന്തെടുക്കണം? അതിൻ്റെ പകുതി എടുക്കുക. അപ്പോൾ 40/2 എത്ര കിട്ടണത്? 20 നമുക്ക് കിട്ടി. ഇനി എന്ത് ചെയ്യണം? ഇനി എന്താ ചെക്ക് ചെയ്യേണ്ടത്? അതായത് ഇവിടെ എന്താണ്? ഇവിടെ ഹവർ ഹാൻഡ് എന്താണ്? മിനിറ്റ്സ് ഹാൻഡിന് പുറകിലാണ്. അപ്പം എന്ത് ചെയ്യണം? നമുക്ക് കിട്ടിയ ആൻസർ, അതായത് കിട്ടിയ ഈ നമ്പറിന് എന്ത് ചെയ്യണം? ഇത് കുറയ്ക്കുക. അപ്പം എത്ര? 90 മൈനസ് 20 എത്ര കിട്ടണം? 70 ആണ് ആൻസർ. എന്താണ് ഐഡിയ? അതായത് ഹവർ ഹാൻഡ് മിനിറ്റ്സ് ഹാൻഡിനെക്കാട്ടി പുറകിലാണെങ്കിൽ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യുക, മൈനസ് ചെയ്യുക.